എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ അതുകൊണ്ട് മോർണിംഗിലൊക്കെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ജ്യൂസൊക്കെയാണ് ആക്കാറുള്ളത്. ലേറ്റായിട്ടാണ് എണീക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനെ ജ്യൂസ് എന്തെങ്കിലും കുടിച്ച് കഴിഞ്ഞാൽ തന്നെ വയറ് ഫില്ലാവും. പിന്നെ നമ്മൾ കുടിക്കുമ്പോൾ തന്നെ 10-11 മണിയാവും. പിന്നെ 12-12:30 നമ്മൾ ഉച്ചക്ക് ചോറും കഴിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അവിൽ മിൽക്കാണ്. അപ്പോൾ ആദ്യതാ ഞാൻ ഒരു കപ്പിലേക്ക് ചെറുപഴമൊക്കെ നന്നായിട്ട് ഉടച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ പാലും കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഷുഗറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ അവിൽ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ മേലേക്കാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അത് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിൽ തീരെ ക്രിസ്പി ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മൾ കുടിക്കണ സമയത്ത് ഇത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ജ്യൂസിനൊരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. പിന്നെ ഞാനിതാ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ തീർന്നിട്ട് നമ്മളിതാ ഉച്ചക്കൊക്കെയുള്ള ബിരിയാണി പരിപാടിയിലാണ്. അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ ബിരിയാണിക്കുള്ള ഉള്ളി കട്ട് ചെയ്യാണ്. ബിരിയാണിക്ക് മാത്രമല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് കുറച്ച് കട്ട്ലേറ്റ് കൂടെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ഉള്ളി എടുത്തിട്ട് ഞാൻ ഇതാ കട്ട് ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല. ഓൾറെഡി നമ്മളെ ചാനലിൽ ബിരിയാണിയുടെ റെസിപ്പീസൊക്കെ നമ്മൾ ഒരുപാട് തവണ കാണിച്ചതാണ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവുകൊണ്ട് ഞാനിതിങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചതിന് ശേഷം ആ സെയിം ഓയിലിലേക്ക് തന്നെ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒനിയൻ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി വാടിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളകും എല്ലാം കൂടെ പെരിഞ്ചീരകവും എല്ലാം കൂടെ ചതച്ചത് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് തക്കാളിയാണ്. ഇനി നമുക്കിതും നന്നായിട്ട് ഇതിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ തക്കാളി നന്നായി കുക്കായി വന്നതിന് ശേഷം ഞാൻ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ മസാല പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഇനി നമുക്ക് പൊരിച്ചു വെച്ച ചിക്കൻ ഇതിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഇതിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ ചിക്കൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ചോറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളെ ദം ഇട്ടതിന് നമ്മളെ ചോറ് റെഡിയായി. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഉച്ചക്കത്തെ നമ്മളെ ചോറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലേറ്റിൻ്റെ പരിപാടി ഞാൻ വൈകുന്നേരത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിക്കണ വീഡിയോ ഒന്നും പിന്നെ എടുത്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ കട്ട്ലേറ്റ് ഉള്ളിയൊക്കെ ഞാൻ ഓൾറെഡി ഉച്ചക്ക് തന്നെ റെഡിയാക്കി വെച്ചതായിരുന്നല്ലോ. പിന്നെ ഉള്ളിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി, കറിവേപ്പില അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ കിഴങ്ങ് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ചിക്കനും ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിതിൽ കട്ട്ലേറ്റ് കോട്ട് ചെയ്തിട്ടുള്ളത് ബ്രെഡ് ക്രംസിലല്ല, നമ്മളെ കുബൂസ് പൊടിച്ചതിന് ശേഷം അതിലാണ് ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ കുബൂസിൻ്റെ പൊടിയിലിട്ടിട്ട് കോട്ട് ചെയ്തെടുത്താൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. ബ്രെഡിനേക്കാളും ക്രിസ്പി ആയിട്ട് കിട്ടുക നമുക്ക് കുബൂസിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്താലാണ്. അപ്പോൾ നമ്മളങ്ങനെ ഈവനിങ്ങൊക്കെ ആയപ്പോൾ നമ്മളിതുപോലെ ചായയൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ ബഹ്റൈനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സൗദിയിൽ നിന്ന് ബഹ്റൈനിക്ക് ഒരു 1/4 മണിക്കൂർ യാത്രയുള്ളൂ. അപ്പോൾ നമ്മളിതാ ബഹ്റൈനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോണത് സിറ്റി സെൻറ്ററിലേക്കാണ്.
അങ്ങനെ നമ്മൾ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ എത്തിയ പാടന്നെ മക്കൾക്കൊക്കെ നല്ല വിശക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മക്ഡൊണാൾഡ്സ് കയറി കുറച്ച് ചായയും ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ചെറിയൊരു ടോയ് ഷോപ്പിൽ കയറി. ലെഗോസ് മാത്രമുള്ളൊരു ഷോപ്പാണത്. അപ്പോൾ അതിൽ കയറിയപ്പോൾ ഒരുപാട് ഇതുപോലെ ലെഗോ കൊണ്ട് ഉണ്ടാക്കി വെച്ച കുറേ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം കണ്ട് മക്കൾ അതുകൊണ്ടൊക്കെ കളിച്ചു. അതിന് ശേഷം നമ്മൾ പ്ലേ ഏരിയയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം മക്കളൊക്കെ അവിടെ കളിച്ചതിന് ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങി. ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ നമ്മളെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.